ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് മൊഡ്യൂൾ 3യുടെ ബാക്കി സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സിലബസ് അന്ന് കണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചായിരുന്നു. പോയിന്റ്സും ക്രോസിങ്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ടേൺ ഔട്ട്സിൻ്റെ ഫീച്ചേഴ്സ്, ഡിസൈൻ ഫീച്ചേഴ്സ്, സ്റ്റേഷൻ യാർഡ്, മാർഷലിംഗ് യാർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പോയിന്റ്സിൻ്റെ കുറച്ച് പോർഷൻസിന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതും പിന്നെ സ്റ്റേഷൻ യാർഡ്, മാർഷലിംഗ് യാർഡ്സ് ഒക്കെ നോക്കാം. ഓക്കെ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ അധികം PPTയുടെ സ്ലൈഡ് അത്ര ഇല്ലായിരുന്നു. അപ്പം ഇതിൽ ഇച്ചിരി കൂടുതലുണ്ട്. എന്നാലും അധികം ഇല്ല, ഫിഗേഴ്സൊക്കെ വന്നുകൊണ്ട് നമ്പർ ഓഫ് സ്ലൈഡ് കൂടിയെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം ആദ്യത്തത് സ്വിച്ച് ആംഗിൾ എന്താണെന്നുള്ളത്. അപ്പം സ്വിച്ച് ആംഗിൾ എന്താണെന്നുള്ളത് എനിക്കൊന്നും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. സ്വിച്ച് ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ നോക്കിയാണ്. ഇതാണ് സ്റ്റോക്ക് റെയിൽ, റണ്ണിങ് റെയിലാണെങ്കിൽ ടങ് റെയിലാണ് ഈ ഇതെങ്കിൽ അത് നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിളെയാണ് സ്വിച്ച് ആംഗിൾ ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഒരു ഫാസ്റ്റ് മൂവിങ് ട്രെയിൻ ആണെങ്കിൽ സ്വിച്ച് ആംഗിൾ എപ്പോഴും ചെറുതാകുന്നതാണ് ഡിസൈറബിൾ. ഓക്കെ. സ്വിച്ച് ആംഗിളിൽ നമുക്ക് ആംഗിൾ ഓഫ് സ്വിച്ച് ഡൈവേർജൻസും എന്നും പറയാം. ഓക്കെ. ഇനിയും ഈ സ്വിച്ച് ആംഗിൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹീൽ ഡൈവേർജൻസിനെയും ലെങ്ത് ഓഫ് ടങ് റെയിലിനെയാണ്. ഓക്കെ. ഹീൽ ഡൈവേർജൻസിന് ഈ ഒരു ലെന്ത് കണ്ടോ, ഇതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതാണ് ടങ് റെയിലിംഗ്, അതിന്റെ ടോപ്പ് പോർഷൻ ഇവിടെയും, ഹീൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പം അവിടെയുള്ള ആ ഒരു അത് ഡൈവേർജ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതിനാണ് ഹീൽ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. പിന്നെ ലെങ്ത് ഓഫ് ടങ് റെയിൽ, അപ്പോൾ ഇതാണ് ടങ് റെയിലെങ്കിൽ അതിന്റെ ആ ഒരു ലെന്ത്. ഓക്കെ. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആക്ച്വൽ ലെന്തും തിയറട്ടിക്കൽ ലെന്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടിനെയാണ് ഈ സ്വിച്ച് ആംഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ. അപ്പം ആദ്യത്തെ കേസ് 1 എന്ന് പറയുന്നത് സെയിം ഫിഗർ ആണ് കേട്ടോ. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ടങ് റെയിൽ അറ്റ് ടോ ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ടോ എന്ന് പറയുന്നത് ഇവിടെ ആണേ, ഇവിടെ. ഓക്കെ. ഇനി ആ ടോയുടെ അവിടെ അതിന് തിക്നെസ് ഒട്ടും ഇല്ല, 0 ആണ് തിക്നെസ് എങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു സ്വിച്ച് ആംഗിൾ വരുന്നത് എന്ന് നോക്കാം. ഓക്കെ. അപ്പം സ്വിച്ച് ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ ആണല്ലോ, ഇവിടെ കൊണ്ട് ഒന്നും ഇല്ല. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ആൽഫ എന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു ഡിസ്റ്റൻസ് ബൈ ഈ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ. അപ്പോൾ എന്താണ് ഹീൽ ഡൈവേർജൻസ് ബൈ ലെങ്ത് ഓഫ് ദി ടങ് റെയിലാണ്. അപ്പം സ്വിച്ച് ആംഗിളിനെ നമുക്ക് എന്താ ആൽഫ എന്ന് വെച്ചാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സൈൻ ആൽഫ എന്ന് പറയുന്നത് D/S. ഈ ഡൈവേർജൻസിനെ നമ്മൾ D എന്ന് ഡിനോട്ട് ചെയ്തെങ്കിൽ D/S എന്ന് എഴുതാം. S എന്ന് പറയുന്നത് ആ ലെങ്ത് ഓഫ് ടങ് റെയിലാണെങ്കിൽ, അപ്പോൾ ആൽഫ എന്തായിരിക്കും സൈൻ ഇൻവേഴ്സ് ഓഫ് ആ D/S അല്ലേ. ഓക്കെ. അപ്പോൾ D ഡൈവേർജൻസും S എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ടങ് റെയിൽ. ഓക്കെ. ഇതാണ് ഫസ്റ്റ് കേസ്. എന്ന് വെച്ചാൽ ടങ് റെയിലിൻ്റെ അവിടെ തിക്നെസ് ഒട്ടും ഇല്ലെങ്കിൽ, 0 ആണ് തിക്നെസ് എങ്കിൽ. ഓക്കെ. അപ്പം ഈ ഒരു കേസ്. ഇനി രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ടങ് റെയിലിൻ്റെ തിക്നെസ് ടോയിൽ ഒരു സ്മോൾ തിക്നെസ് ഉണ്ട്, T എന്നൊരു തിക്നെസ് ഉണ്ടെങ്കിൽ എങ്ങനെ വരും നോക്കാം. ഓക്കെ. അപ്പം ജസ്റ്റ് ആ ഇക്വേഷനിൽ ഈ നമ്മൾ നേരത്തെ എഴുതിയപ്പം ഹീൽ ഡൈവേർജൻസ് ബൈ ലെങ്ത് ഓഫ് ടങ് റെയിൽ ആയിരുന്നു അല്ലേ. ഇപ്പം അവിടെ വരുമ്പോൾ ഒരു ഹീൽ ഡൈവേർജൻസ് മൈനസ് ഒരു തിക്നെസ് കൂടെ കാണും, ഇവിടെ ചെറിയൊരു തിക്നെസ് കൂടെ കാണും. ഓക്കെ. അപ്പം ആ ഒരു ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഹീൽ ഡൈവേർജൻസിൽ നിന്ന് ആ ചെറിയ തിക്നെസ് കൂടെ സ്മോൾ T എന്ന തിക്നെസ് കുറച്ചാൽ മതി, ബാക്കി ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ടങ് റെയിൽ തന്നെയാണ്. ഓക്കെ. അപ്പം ഈ ഒരു കേസിൽ നിങ്ങൾ ഇവിടെ നോക്കിയേ, തിയറിറ്റിക്കൽ ലെങ്ത് ഓഫ് ടങ് റെയിലും ആക്ച്വൽ ലെങ്ത് ഓഫ് ടങ് റെയിലും പറയുന്നുണ്ട്. ഓക്കെ. ഈ തിയറിറ്റിക്കൽ വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഈ ടങ് റെയിൽ അങ്ങ് അറ്റം വരെ പോയിട്ട്, എന്ന് വെച്ചാൽ അവിടെ ഒട്ടും തിക്നെസ് ഇല്ലാത്തൊരു പോർഷൻ വരെ എത്തുന്നതിനാണ് തിയറിറ്റിക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തിക്നെസ് 0 ആയി മാറുന്ന ഒരവസ്ഥ. ഓക്കെ. പക്ഷേ ഈ ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ അത്രയും 0 പോലെ അല്ല, ഇച്ചിരി തിക്നെസ് പോലെ ഉണ്ട്, ചെറിയൊരു തിക്നെസ് അവിടെ കാണും. ഓക്കെ. അതാണ് ആക്ച്വൽ ലെന്ത്. ശരിക്കും ആ ഒരു ലെന്താണ് അവിടെ ഉള്ളത്, അതിന് S1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ആക്ച്വൽ ലെന്ത് ചെറിയൊരു തിക്നെസ് ഉള്ള കേസാണല്ലോ പറയുന്നത്. അപ്പം ഇവിടെ ലെങ്ത് ഓഫ് ടങ് റെയിൽ എന്ന് പറയുന്നത് ആ S1 വേണം എടുക്കാൻ. ഓക്കെ. അപ്പോൾ എന്താണ് D - T/S1. അപ്പോൾ S1 എങ്ങനെയാണെന്ന് വേണേൽ എഴുതാമല്ലോ, S1 = D/-T/sin ആൽഫ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ആൽഫ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് ഈ ഒരു വാല്യൂ. ഓക്കെ. സൈൻ ഇൻവേഴ്സ് ഓഫ് ഈ ഒരു വാല്യൂ, അങ്ങനെയും പറയാം. ഇനി അതല്ല, നമുക്ക് തിയറിറ്റിക്കൽ ലെങ്ത് ഓഫ് ടങ് റെയിലിൻ്റെ ടേംസിലൊക്കെ വേണമെങ്കിലും നേരത്തെ നമ്മൾ എഴുതിയില്ലേ സൈൻ ആൽഫ = D/S, ആ സെയിം തന്നെ. S-ന് അവിടെ S2 ആയതേ ഉള്ളൂ, ഈ S2 ആയതേ ഉള്ളൂ. അപ്പോൾ S2 എന്ന് പറയുന്നത് D - sin ആൽഫ ആണെങ്കിൽ, പിന്നെ ഇവിടെ നോക്കിയേ എക്സ്, അതെന്താന്ന് വെച്ചാൽ ഈ മൊത്തം തിയറിറ്റിക്കൽ ലെങ്ത് S2 ആണ്, അതിൽ നിന്ന് S1 കുറയ്ക്കുന്ന ആ ഒരു ഡിഫറൻസിനാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം എക്സ് എന്ന് പറയുന്നത് S2 - S1 ആണെങ്കിൽ
എക്സ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ ആവും. അതെങ്ങനെയാണ് ആകുന്നത്? S2ൻ്റെ ഈ ആൻസർ നമുക്കറിയാം, മൈനസ് S1ൻ്റെയും ഈ ഒരു ടേംസിലുള്ള വാല്യൂ അറിയാം. ഇതിനോട് മൈനസ് ചെയ്യുമ്പോൾ ഡിയും ക്യാൻസൽ ആയി. ഇപ്പം ബാക്കിയുള്ളത് T/sin ആൽഫയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ ടേംസ് എക്സ് കണ്ടുപിടിക്കണം, ഈ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെയും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് അറിയേണ്ടത് ഈ ഒരു ഇക്വേഷനും അതിനെ നമുക്ക് ആൽഫ ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എക്സിൻ്റെ ടേംസ് വേണമെങ്കിൽ S1 S2 അറിയാമെങ്കിൽ അത് മൈനസ് ചെയ്താൽ ഈ ഒരു ടേംസിലും കിട്ടും. ഓക്കെ, ഇതാണ് സ്വിച്ച് ആംഗിൾ. ഇനി അടുത്തത് ത്രോ ഓഫ് സ്വിച്ച്. ത്രോ ഓഫ് സ്വിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഫിഗറിലെ ഇവിടെ കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ടോ ഓഫ് ടങ് റെയിൽ മൂവ്സ് സൈഡ് വേസ്. ഓക്കെ, അപ്പം ഇതാണ് ടങ് റെയിൽ എങ്കിൽ അതിന് ടോ പോർഷൻ ആണല്ലോ, അപ്പോൾ ടോ പോർഷൻ സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനാണ് ത്രോ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ജനറലി 11.4 ഒക്കെയാണ് ഇന്ത്യയിലെ റെയിൽവേസിൽ നമ്മൾ കൊടുക്കാറ്. ഇനി അതല്ല, നമുക്ക് ഓരോ ഗേജ് അനുസരിച്ച്, ടൈപ്പ് ഓഫ് ട്രാക്ക് അനുസരിച്ച് അറിയണമെങ്കിൽ ബ്രോഡ് ഗേജ് ആണെങ്കിൽ 9.5 സെൻറ്റിമീറ്ററും, മീറ്റർ ഗേജ് നാരോ ഗേജ് ഒക്കെ ആണെങ്കിൽ 8.9 സെൻറ്റിമീറ്റർ ഒക്കെയാണ് മിനിമം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലെയർ. ഫ്ലെയർ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് വളച്ചിട്ടുണ്ട്, കണ്ടോ, കാണില്ല, ഫ്ലെയർ എന്ന് മാർക്ക് ചെയ്യുന്നത് ചെറിയൊരു വളവുണ്ട്. ഓക്കെ, ആ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഗ്രാജുവൽ വൈഡനിങ് ഓഫ് ഫ്ലാഞ്ച് വേസ് ഫോംഡ് ബൈ ബെൻഡിങ് ദി എൻഡ് ഓഫ് ചെക്ക് റെയിൽ അല്ലെങ്കിൽ വിങ് റെയിൽ അലോങ് ദി ഗേജ് ലൈൻ. ഇപ്പം ഗേജ് ലൈൻ അലോങ് ആയിട്ട് പോകുന്ന വിങ് റെയിലിനെയോ ചെക്ക് റെയിലിനെയോ എൻഡിനെയോ നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു ഗൈഡ് ദി പാത്ത് സോ ദാറ്റ് ഫ്ലാഞ്ച് വീൽസ് എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദി ട്രാക്ക് സ്മൂത്ത്ലി. ഓക്കെ, അപ്പം ട്രാക്ക് സ്മൂത്ത്ലി ആ ഒരു ട്രാക്കിലോട്ട് വീല്, ആ ഫ്ലാഞ്ച്ഡ് ആയിട്ടുള്ള വീലാണല്ലോ, വീല് ഈസിലി സ്മൂത്തായിട്ട് കയറി ഇറങ്ങി പോകാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ കൊണ്ട് ചെറുതായിട്ട് വളച്ചു കൊടുക്കുന്നത്. അതിനെയാണ് ആ ഫ്ലെയർ എന്ന് പറയുന്നത്. കുറച്ച് ടേംസ് ആണ് കേട്ടോ, ഇതെല്ലാം അറിഞ്ഞു വെക്കണം നമ്മൾ പോയിന്റ്സും ക്രോസിങ്സും പഠിക്കുമ്പോൾ, അതുകൊണ്ട് എടുത്തെടുത്ത് പറയുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ലെങ്ത് ഓഫ് ടങ് റെയിൽസ് ആൻഡ് സ്റ്റോക്ക് റെയിൽസ്. ഓക്കെ, സ്റ്റോക്ക് റെയിലിൻ്റെയും ടങ് റെയിലിൻ്റെയും ലെന്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നോക്കാം. ഓക്കെ, അപ്പം ലെന്ത് ഓഫ് ടങ് റെയിൽ എന്ന് പറയുന്നത് സ്വിച്ച് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം പറയാനുള്ളത് ലോങ്ങർ ടങ് റെയിലാണെങ്കിൽ അത് ഓവറോൾ ലെന്ത് ഓഫ് ടേൺ ഔട്ട് കൂട്ടും. ഓക്കെ, ഇനി ഷോർട്ടർ ടങ് റെയിലാണെങ്കിൽ അവിടെ ആംഗിൾ ഓഫ് സ്വിച്ചും കൂടും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടങ് റെയിലിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് ഈ അങ്ങോട്ട് വരുന്ന വീലിൻ്റെ റിജിഡ് വീൽ ബേസ് ഉണ്ടല്ലോ അതിനേക്കാളും കൂടുതലായിരിക്കണം. അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീല് ടങ് റെയിലോട്ട് കയറി ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വീല് വരണം എന്ന് വെച്ചാൽ അത്രയും ഡിസ്റ്റൻസ് അത് തമ്മിൽ കാണാൻ പാടുള്ളൂ. അപ്പം അല്ലെങ്കിൽ അവിടെ ഈ ടോയുടെ അവിടെ ഇങ്ങനെ ഒരു പൊങ്ങി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അപ്പം ആക്ച്വൽ ലെന്ത് ഓഫ് ടങ് റെയിൽ എന്ന് പറയുന്നത് എപ്പോഴും ലാർജ് ആയിരിക്കണം. ഇച്ചിരി കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത് എപ്പോഴും ടങ് റെയിലിൻ്റെ ലെന്ത്. അത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്വിച്ച് ആംഗിൾ കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ടേൺ ഔട്ടിൽ സ്പീഡ് ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഹൈ സ്പീഡ് തന്നെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും ടേൺ ഔട്ട്സിൽ ഇച്ചിരി സ്പീഡ് കുറയ്ക്കാനാണ് ടെൻഡൻസി വരുന്നത്. അപ്പോൾ ഇച്ചിരി സ്പീഡ് കൂട്ടണമെങ്കിൽ ഈ ഒരു ലെന്ത് ഓഫ് ടങ് റെയിൽ ഇച്ചിരി കൂട്ടി കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ടു റെഡ്യൂസ് ജോൾട്ടിങ് എഫക്റ്റ്. ജോൾട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഷേക്കിംഗ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനും ലെന്ത് ഓഫ് ടങ് റെയിൽ ലാർജ് കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പം നമ്മൾ ടങ് റെയിലിൻ്റെ മിനിമം ലെന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് S=R×sin⁴/2. ഇക്വേഷൻ പഠിക്കുക, വാല്യൂസും എന്തൊക്കെയാണെന്ന് പഠിക്കുക. S എന്ന് പറയുന്നത് തിയററ്റിക്കൽ ലെന്ത് ഓഫ് ടങ് റെയിൽ, R എന്ന് പറഞ്ഞാൽ റേഡിയസ്, ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ക്രോസിങ്. ഓക്കെ, ആ ക്രോസിങ്സിൻ്റെ അവിടെ ഒരു ആംഗിൾ വരുന്നുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു, ആ ഒരു പോയിന്റ് റെയിൽ സ്പ്ലൈസ് റെയിലും തമ്മിലുള്ള ആ ആംഗിൾ. ഓക്കെ, അപ്പം അതാണ് ടങ് റെയിലിനെ പറ്റി പറയാനുള്ളത്. ഇനിയും സ്റ്റോക്ക് റെയിലിലെ ലെന്തും പറയണമല്ലോ. അപ്പോൾ സ്റ്റോക്ക് റെയിലിലെ ലെന്ത് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ടങ് റെയിലിൽ കിട്ടുമല്ലോ, ആ ലെന്തിനേക്കാളും ലാർജറായിട്ടുള്ള ലെന്ത് വേണം കൊടുക്കാൻ. ഓക്കെ, ഇനി അടുത്തത് ക്രോസിങ്സിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പം നോക്കാം. ഓക്കെ, അപ്പം ക്രോസിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു പോർഷൻ കാണാറുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദി അറേഞ്ച്മെന്റ് ഓഫ് റെയിൽസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദി ജംഗ്ഷൻ വെർ ടു റെയിൽസ് ക്രോസ് ടു പെർമിറ്റ് ദി വീൽ ഫ്ലാഞ്ച് ഓഫ് എ റെയിൽവേ വെഹിക്കിൾ ടു പാസ് ഫ്രം വൺ ട്രാക്ക് ടു അനദർ. ഒരു ട്രാക്കിൽ നിന്ന് മറ്റേ ട്രാക്കിലോട്ട് കടക്കാൻ വേണ്ടി ആ ഒരു ട്രെയിനിൻ്റെ ഒരു അവിടെ കൊടുക്കുന്ന റെയിൽസിൽ അവിടെ കൊടുക്കുന്ന ആ ജംഗ്ഷനിൽ കൊടുക്കുന്ന അറേഞ്ച്മെന്റ്. ഓക്കെ, റെയിൽസിൻ്റെ അറേഞ്ച്മെന്റിനെയാണ് പറയുന്നത് ക്രോസിങ്സ്.
ഓക്കെ. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്താണ്, എ ഗ്യാപ്പ് ഈസ് പ്രൊവൈഡഡ് ഫ്രം ദി ത്രോ ടു ദി നോസ് ഓഫ് ക്രോസിംഗ് ഓർ വിച്ച് ദി ഫ്ലാഷ്ഡ് വീൽസ് ഗ്ലൈഡ്സ് ഓർ ജംപ്സ്. അപ്പം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതനുസരിച്ചായിരിക്കും ഇവിടെ കാണാമല്ലോ നിങ്ങൾക്ക് ചെറിയൊരു ഗ്യാപ്പ് പോലെ. ഇങ്ങനെ ആയിരിക്കും അത് അങ്ങോട്ട് കയറി വരുന്നത് ആ വീല്. Okay, in order to ensure that this flanged wheel negotiates the gap properly and does not strike the nose, the other wheel is guided with the help of check rail. Okay, അപ്പം ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ കൊണ്ടൊന്നും ഈ വീലിൻ്റെ ഒരു എന്താ പോർഷൻസ് ഒന്നും സ്ട്രൈക്ക് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ സൈഡിലായിട്ടൊക്കെ ചെക്ക് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് ആ വീലിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ചെക്ക് റെയിൽ. ഓക്കെ, ഇനി അടുത്തത് കമ്പോണൻസ് ഓഫ് ക്രോസിംഗ്. അപ്പം ഇത് ഈ പോർഷനാണ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ പോലത്തെ സ്ഥലത്തെ. ഓക്കെ, അവിടുത്തെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, 2 റെയിൽസ്. ഏതൊക്കെയാണ്? പോയിന്റ് റെയിൽ ആൻഡ് സ്പ്ലൈസ് റെയിൽ. ഓക്കെ, പോയിന്റ് റെയിലും ഉണ്ട്, സ്പ്ലൈസ് റെയിലും കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരു നോസ് പോലെ കൂർത്ത് വരാൻ വേണ്ടി അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പോയിന്റ് റെയിൽ എന്ന് പറയുന്നത്, ഈ പോയിന്റ് റെയിൽ എന്ന് പറയുന്നത് എൻഡ് ആകുന്നത് ഈ നോസിൻ്റെ ഇവിടം കൊണ്ടാണ്. whereas the splice rail joins it a little behind. സ്പ്ലൈസ് റെയിൽ എന്ന് പറയുന്നത് അതിന് ഇച്ചിരി ബാക്കിലായിട്ടാണല്ലോ. ഇത് പോയിന്റ് റെയിലല്ലേ ഇച്ചിരി കയറിയിരിക്കുന്നത്, അതിൻ്റെ ബാക്ക് തൊട്ട് ബിഹൈൻഡ് ആയിട്ടാണ് സ്പ്ലൈസ് റെയിൽ ഇരിക്കുന്നത്. തിയറിറ്റിക്കലി ദി പോയിന്റ് റെയിൽ ഷുഡ് എൻഡ് ഇൻ എ പോയിന്റ് ആൻഡ് ബി മെയ്ഡ് as thin as possible. ഓക്കെ, പോയിന്റ് റെയിൽ തിയറിറ്റിക്കലി പറയുമ്പം ഇങ്ങനെ ഒരു പോയിന്റിൽ വന്ന് അവസാനിക്കുന്നതായിട്ടാണ് വെക്കുന്നത്. പക്ഷേ അങ്ങനെ കൂർത്ത് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. ഈ എപ്പോഴും ട്രെയിൻ അതിൽ കൂടെ പോയി ഇവിടെ കൊണ്ട് ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എടുത്ത് നമ്മൾ ആ ഒരു നോസ് പോലത്തെ പോർഷൻ എന്താണ്, ഒരു ബ്ലണ്ട് നോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ടിപ്പ് പോലെ കൊടുക്കാതെ ഇച്ചിരി ഇങ്ങനെ സൈഡ് ചെറിയതായിട്ട് ടിപ്പ് കൊടുക്കാത്ത രീതിയിൽ വെച്ചു. അതിനാണ് ആക്ച്വൽ നോസ് ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്, ANC. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി തിയറിറ്റിക്കൽ പോയിന്റ്, ഇനി അത് കറക്റ്റ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നെങ്കിൽ എന്താണ്, അവിടെ ഒരു ടിപ്പ് പോലെ വന്നേനെ, കൂർത്തിട്ട് വന്നേനെ. അതിനാണ് തിയറിറ്റിക്കൽ നോസ് ഓഫ് ക്രോസിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല ശരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ടാണ് അതിങ്ങനെ പോയിന്റ് ഇങ്ങനെ മീൻസ് ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കമ്പോണൻസിൽ തന്നെ വരുന്ന അടുത്തത് എന്താണെന്ന് വെച്ചാൽ വിങ് റെയിൽസ്. ഓക്കെ, വിങ് റെയിൽസ് എന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെയിലിൽ ഇങ്ങനെ വരുന്ന റെയിൽസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വിങ് റെയിൽ ഇങ്ങനെ വരുന്നത്. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് എ റൈറ്റ് ഹാൻഡും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് വിങ് റെയിലും ഉണ്ട്. അത് കൺവേർജ് ചെയ്യും. ആ ത്രോട്ട് പോർഷൻ ആണ്, ഈ ഒരു പോർഷനെയാണ് ത്രോട്ട് എന്ന് പറയുന്നത്. അവിടെ വന്ന് കൺവേർജ് ചെയ്തിട്ട് നോസിൻ്റെ അവിടെ നിന്ന് ഡൈവേർജ് ചെയ്യും രണ്ട് സൈഡിലോട്ടും, ഐദർ സൈഡിലോട്ടും. ഓക്കെ, ഇപ്പം വിങ് റെയിൽസ് എന്ന് പറയുന്നത് എൻഡിൽ വരുമ്പോൾ ഇങ്ങനെ ഫ്ലെയർഡ് ആയിരിക്കും, എന്ന് വെച്ചാൽ ചെറിയൊരു ബെൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ആ ഫ്ലാൻജ്ഡ് വീല് ആ ഒരു ഗ്യാപ്പിൽ കൂടെ പെട്ടെന്ന് ഈസി പോകാൻ വേണ്ടിയാണ്. ഓക്കെ, അതാണ് വിങ് റെയിൽസ്. ഓക്കെ, അതും 2 എണ്ണം കാണും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. അടുത്തത് എ പെയർ ഓഫ് ചെക്ക് റെയിൽസ്. അതും ഈ ഒരു ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ചെക്ക് റെയിൽ, അത് എന്തിനാന്ന് വെച്ചാൽ ടു ഗൈഡ് ദി വീൽ ഫ്ലാഞ്ചസ് ആൻഡ് പ്രൊവൈഡ് എ പാത്ത് ഫോർ ദം. ഫ്ലാഞ്ചിന് ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ സൈഡിലോട്ടൊന്നും അതിന് മൂവ്മെന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊക്കെ ഒരു പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എന്താ പറ്റുന്നത് വെച്ചാൽ അത് ഈ നോസ് ഫേസിങ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ആ നോസിൻ്റെ ആ പോർഷൻ വന്ന് ഇടിച്ചിടിച്ച് അത് ആ പോർഷനെ അത് ബ്രേക്ക് ആക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അത്രയായിരുന്നു മെയിൻ കമ്പോണൻസ്. ഓക്കെ, ഇനിയിപ്പം ക്രോസിങ്സിന് മെയിൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, റിജിഡ് ആയിരിക്കണം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ സിവിയർ വൈബ്രേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ റെസിസ്റ്റ് വിയർ ഓഫ് നോസ് ഏരിയ ആ പോർഷൻ ഉള്ളൂ, അവിടെ വിയറിങ് അധികം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ അവിടെ സ്പെഷ്യൽ സ്റ്റീൽ വേണം യൂസ് ചെയ്യാൻ. പിന്നെ റിജിഡ് ആൻഡ് ലോങ് ക്രോസിംഗ് ബോഡി ആയിരിക്കണം. എന്ന് വെച്ചാൽ ഷോർട്ടായിട്ടുള്ള ബോഡി ആണെങ്കിൽ അവിടെ ഹെവി ലോഡ് വരുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോകാനും അല്ലെങ്കിൽ ലോഡ് ഇല്ലാത്ത സമയത്ത് അതിങ്ങനെ ലിഫ്റ്റിംഗ് ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി ലോങ് ആയിരിക്കണം, റിജിഡ് ആയിരിക്കണം. പിന്നെ നോസ് പോർഷനിൽ സഫിഷ്യൻറ്റ് തിക്നെസ് വേണം. എന്ന് വെച്ചാൽ അവിടെ കൊടുക്കുന്ന റെയിലിൻ്റെ വെബിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ, അത് ഈക്വലായിട്ട് വേണം നോസ് ഏരിയയിൽ തിക്നെസ് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിൻ റിക്വയർമെൻറ്റ്സ്. അടുത്ത ടൈപ്സ് ഓഫ് ക്രോസിങ്സ്. അപ്പം ഷേപ്പ് അനുസരിച്ചും ഡിവൈഡ് ചെയ്യാം. നമുക്ക് അസംബ്ലി ഓഫ് ക്രോസിംഗ് അനുസരിച്ചും നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ പറയാം. ഷേപ്പ് അനുസരിച്ച് അക്യൂട്ട് ആംഗിൾ ക്രോസിംഗ് അല്ലെങ്കിൽ വി ക്രോസിംഗ് എന്ന് പറയാം. വി ക്രോസിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ വി ഫ്രോഗ് എന്നും പറയാം കേട്ടോ. ആ ക്രോസിങ്ങിനെ ഫ്രോഗ്, FROG അങ്ങനെയും പറയും. അപ്പം അങ്ങനെ ഒരു ടേം കണ്ടാൽ മനസ്സിലായിക്കോണം അത് ക്രോസിംഗ് തന്നെയാണ്. ഓക്കെ, ഈ ക്രോസിങ്ങിനെ ഫ്രോഗ് എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തത് ഒപ്റ്റ്യൂസ് ആംഗിൾ ക്രോസിങ്, സ്ക്വയർ ആംഗിൾ ക്രോസിങ്. മറ്റ് അസംബ്ലി ഓഫ് ക്രോസിംഗ് അനുസരിച്ച് സ്പ്രിങ് അല്ലെങ്കിൽ മൂവബിൾ വിങ് ക്രോസിങ്. രണ്ടാമത്തത് റാംഡ് ക്രോസിങ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നും നോക്കാം.
അക്യൂട്ട് ആംഗിൾ ക്രോസിംഗ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്രോസിംഗ് കണ്ടിട്ടുണ്ടല്ലോ, ട്രെയിനിൽ കൂടെ പോകും മിക്കവാറും നമ്മൾ ഇങ്ങനത്തെ ക്രോസിങ്സ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പം വൈഡ്ലി യൂസ്ഡ് ആണ്. ഇവിടെ ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് അപ്രോച്ചിങ് റെയിൽ, ഇവിടുന്ന് വരുന്ന റെയിലിന്റെ അപ്രോച്ചിങ് റെയിലിന്റെ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ 90 ഡിഗ്രി ഉള്ളിലായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ റൈറ്റ് റെയിൽ ക്രോസസ് എ ലെഫ്റ്റ് റെയിൽ, അങ്ങനത്തെ കേസിലൊക്കെയാണ് ഈ ഒരു അക്യൂട്ട് ആംഗിൾ അവിടെ ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. അടുത്തത് ഒപ്റ്റ്യൂസ് ആംഗിൾ ക്രോസിംഗ്. ഒപ്റ്റ്യൂസ് ആംഗിൾ ക്രോസിംഗ് എന്ന് വെച്ചാൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് റെയിൽ ഓഫ് വൺ ട്രാക്ക് ക്രോസസ് റൈറ്റ് ഹാൻഡ് റെയിൽ ഓഫ് അനദർ ട്രാക്ക്. വേറൊരു റെയിലിന്റെ റൈറ്റ് ഹാൻഡിനെ ക്രോസ് ചെയ്യുന്ന പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് വേണമാകും, റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് റെയിലിന്റെ ക്രോസ് ചെയ്യുന്നതാണ് പോകുന്നതെങ്കിൽ അവിടെ അത് ഒരു ഒപ്റ്റ്യൂസ് ആംഗിൾ മേക്കുവാണെങ്കിൽ അതിനെയാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ക്രോസിങ്സ് കണ്ടിട്ടുണ്ടായിരിക്കും അത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോങ് ആയിട്ടുള്ള വിങ് റെയിൽസ് ആയിരിക്കും ചെക്ക് റെയിൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ അത് അധികം വീലിൻ്റെ ആ ഒരു ലോഡ് ക്യാരി ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ഈ ഒരു ഒപ്റ്റ്യൂസ് ആംഗിൾ ക്രോസിംഗ് നമ്മൾ ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറയും. കാര്യം ഇതിൻ്റെ ഷേപ്പ് ഇവിടെ കൊണ്ടുവന്നു കണ്ടോ, ഒരു ഡയമണ്ട് ഷേപ്പില്ലേ, ഇത് ഇവിടെ നോക്കി ഡയമണ്ട് ഷേപ്പ്. ഓക്കെ, അതിനിപ്പം ഡയമണ്ട് ആംഗിൾ ക്രോസിംഗ് എന്ന് പറയും. അപ്പം ഡയമണ്ട് ആംഗിൾ ക്രോസിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാനും പടം വരയ്ക്കാനും പഠിക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു ഇങ്ങനെ ബുക്കിൽ കാണാൻ പറ്റുന്ന ഫിഗേഴ്സ് ഇതാണ്, ഇങ്ങനത്തെ ഒരു ഫിഗറാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കൊണ്ടൊരു ഡയമണ്ട് ഷേപ്പ് വരുന്നു. ഓക്കെ, അപ്പം ഇതാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ ക്രോസിങ്. ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുമ്പോൾ എത്രയാണ്, 90 ഡിഗ്രിക്ക് 180 ഡിഗ്രിക്ക് ഇടയ്ക്കുള്ള ഒരു ആംഗിളിലാണ് അവിടെ മേക്ക് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് സ്ക്വയർ ക്രോസിങ്. അത് ഒന്നുമില്ല, സിമ്പിളായിട്ട് റൈറ്റ് ആംഗിളിലായിട്ടാണ് രണ്ട് സ്ട്രെയിറ്റ് ട്രാക്ക് ക്രോസ് ചെയ്യുന്നെങ്കിൽ അതിനെ ആണ് സ്ക്വയർ ക്രോസിംഗ് എന്ന് പറയുന്നത്. അപ്പം മസ്റ്റ് ബി അവോയ്ഡ് ഓൺ മെയിൻ ലൈൻ. മെയിൻ ലൈൻസിലൊക്കെ ഇങ്ങനത്തെ ക്രോസിംഗ് നമ്മൾ സാധനം കൊടുക്കാറില്ല. പിന്നെ ഹെവി വിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാര്യം ഡൈനാമിക് ലോഡിൻ്റെ ഒരു എഫക്റ്റ് കാരണം. ഓക്കെ, ഇനി അടുത്തത് അസംബ്ലി ഓഫ് ക്രോസിംഗ് അനുസരിച്ച് നമുക്ക് സ്പ്രിങ് അല്ലെങ്കിൽ മൂവബിൾ ക്രോസിംഗ് ഉണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ വൺ വിങ് റെയിൽ ഈസ് മൂവബിൾ ആൻഡ് ഹെൽഡ് അഗൈൻസ്റ്റ് ദി ബി ഓഫ് ദി ക്രോസിംഗ് വിത്ത് സ്ട്രോങ് ഹെലിക്കൽ സ്പ്രിങ്. ഓക്കെ, അപ്പം ഈ വി എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്, ഈ ഒരു വി പോർഷൻ. ആ വി പോർഷനിലോട്ട് നമ്മൾ സാധാരണ നേരത്തെ കണ്ട ഫിഗറിൽ ഇങ്ങനെ അറ്റാച്ച്ഡ് ഒന്നും അല്ലായിരുന്നു അല്ലേ. അപ്പോൾ പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിങ് റെയിലിൻ്റെ ഒരെണ്ണം മൂവബിൾ ആയതുകൊണ്ട് അതിനെ നമ്മൾ ആ ഒരു വി ക്രോസിങ്ങിൻ്റെ അവിടെ ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഹെലിക്കൽ സ്ട്രോങ് സ്പ്രിങ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അതൊരു കണ്ടിന്യൂസ് ട്രാക്കായിട്ട് മാറുന്നു. പിന്നെ എന്താണ്, മെയിൻ ട്രാക്കിലൊക്കെ ഹൈ സ്പീഡ് ട്രാഫിക് ഒക്കെ പോകുന്നിടത്തും അതുപോലെ തന്നെ ബ്രാഞ്ച് ലൈനിലുള്ള ലൈറ്റ് സ്പീഡ് ട്രാഫിക് ഉള്ളിടത്തൊക്കെ നമുക്ക് ഈ ഒരു ക്രോസിംഗ് കൊടുക്കാം. ഇനി റാംഡ് ക്രോസിംഗ് എന്താണെന്ന് വെച്ചാൽ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാർഡ് ലേ ഔട്ട് ഒക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഹെവി ട്രാഫിക് ആയിരിക്കും പക്ഷെ സ്ലോ മൂവിങ് ട്രാഫിക് ആയിരിക്കും. അങ്ങനത്തെ കേസിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ റാംഡ് ക്രോസിംഗ് കൊടുക്കുന്നത്. ത്രോട്ട് ടു നോസ് ക്ലിയറൻസ് ഈസ് നെഗോഷിയേറ്റഡ് ബൈ സ്പെഷ്യൽ മാഗ്നസ് സ്റ്റീൽ ബ്ലോക്ക് ഓവർ എ ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഈ ത്രോട്ടും നോസിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ മാഗ്നസിന്റെ സ്റ്റീൽ ബ്ലോക്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു റാംഡ് ക്രോസിംഗിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എൻറ്റയർ വീൽ ലോഡ് കംസ് ഓൺ ഫ്ലാഞ്ച്, അപ്പം കൂടുതലും ലോഡ് വരുന്നത് ഇതിന്റെ ഫ്ലാഞ്ച് പോർഷനിലായിരിക്കും. അങ്ങനത്തെ ക്രോസിങ്ങിനെയാണ് റാംഡ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യാർഡ് ലേ ഔട്ടിലേക്ക് കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു ടൈപ്സ് ഓഫ് ക്രോസിംഗ്. ഇനി ആ TNCയും ANCയും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ വാല്യൂസും അവിടെയുള്ള ആംഗിളൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ തിയറിറ്റിക്കൽ ആൻഡ് ആക്ച്വൽ നോസ് ഓഫ് ക്രോസിംഗ്. അപ്പം പോയിന്റ് റെയിൽ ഇസ് നോട്ട് മെയ്ഡ് ടു ഹാവ് എ വെൽ ഡിഫൈൻഡ് ഷാർപ്പ് പോയിന്റ് ഡ്യൂ ടു ചാൻസ് ഓഫ് ബ്രേക്കിംഗ് അണ്ടർ ട്രാഫിക് ആക്ഷൻ. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, പോയിന്റ് ആയിട്ട് കൊടുക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ബ്ലണ്ട് നോസ്, ഇങ്ങനെ ഒരു പകുതി ഇഞ്ച് മുറിച്ച ഒരു നോസ് പോലെ ആയിരിക്കും അതിരിക്കുന്നത്. അതുകൊണ്ടാണ് തന്നെ ANC എന്ന് പറയുന്നത്, ആക്ച്വൽ. ഇനി തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ട്രൂ നോസ് ഓഫ് ക്രോസിംഗ് എന്താണെന്ന് വെച്ചാൽ ഷാർപ്പായിട്ടുള്ള ഇമാജിനറി പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഒരു അക്വേർട്ട് ആംഗിളിൽ വന്ന് മുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഒപ്റ്റ്യൂസ് ആംഗിൾ വന്ന് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് അതിനെ തിയറിറ്റിക്കൽ TNC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്തത് TNCയും ANCയും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പില്ല, അല്ലെങ്കിൽ ചെറിയ ഡിസ്റ്റൻസ് ഇല്ല. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സ്മോൾ d ആണെങ്കിൽ അതിനെ N×T എന്ന് പറയുന്നത്. അവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്രോസിങ്സ്, നമ്പർ ഓഫ് ക്രോസിംഗ് എന്നാണ് ആ ടേമിനെ പറയുന്നത്, അല്ലെങ്കിൽ ക്രോസിംഗ് നമ്പർ എന്നും പറയും. ഇൻറ്റു സ്മോൾ t എന്ന് വെച്ചാൽ നോസ് ഓഫ് ക്രോസിങ്ങിൻ്റെ ആ തിക്നെസ്സിനെയാണ് സ്മോൾ t കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ TNC ആൻഡ് ANC കിട്ടുന്നത്. ഓക്കെ, ഫിഗറിൽ ഇതാണ് ശരിക്കും ഉള്ള ANC, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ ശരിക്കും ഇങ്ങനെ കൂർത്ത് ഷാർപ്പായിട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ അതായിരുന്നു TNC ആണ്ടത്. ഇത് നമ്മളുടെ ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ,
ഇപ്പം ഞാൻ പറഞ്ഞു ക്രോസിംഗ് നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്രോസിംഗ് n എന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു ക്രോസിംഗ് ഈ ഒരു ടേം വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഈ ക്രോസിങ്സിനെയൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, ക്രോസിംഗ് നമ്പർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ക്രോസിംഗ് നമ്പർ എന്ന് ശരിക്കും എന്താണെന്ന് വെച്ചാൽ സ്പ്രെഡ് അറ്റ് ദി ലെഗ് ഓഫ് ക്രോസിംഗ് ബൈ ലെങ്ത് ഓഫ് ക്രോസിംഗ് TNC. അതെന്താന്ന് വെച്ചാൽ ഇതാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിലെ ഈ രണ്ട് സ്പ്ലൈസ് റെയിലും പോയിന്റ് റെയിലും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതിനാണ് സ്പ്രെഡ്. അതാണ് ലെഗ് പോർഷൻ. അവിടെ ഉണ്ടായ സ്പ്രെഡ് ആ ഒരു എന്തുമാത്രം അതിങ്ങനെ സ്പ്രെഡായി. പിന്നെ ലെങ്ത് ഓഫ് TNC എന്ന് പറയുമ്പോൾ ക്രോസിംഗ് ഫ്രം TNC എന്ന് വെച്ചാൽ ഈ ഒരു ഇല്ലേ TNC തൊട്ട് ഇങ്ങോട്ടുള്ള ആ ഒരു ക്രോസിംഗ് വരെയുള്ള ഒരു ലെന്ത് ഉണ്ടല്ലോ, അതിനാണ് ലെന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ടേംസ് ആണ്, രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ടേമാണ് ഈ ക്രോസിംഗ് നമ്പർ n എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കിനി അടുത്തത് ഈ നമ്പർ ഓഫ് ക്രോസിംഗ് n അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ക്രോസിംഗ്. ഈ ക്രോസിംഗ് ആംഗിൾ ഇല്ലേ ആൽഫ എന്ന് വെച്ചിട്ട് ഈ ഗ്രാഫിലും ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ രണ്ട് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ 3 മെത്തേഡ്സ് ആണ് സാധാരണ ഉള്ളത്. റൈറ്റ് ആംഗിൾ മെത്തേഡ് അല്ലെങ്കിൽ കോൾസ് മെത്തേഡ്, സെൻട്രൽ ലൈൻ മെത്തേഡ്, ഐസോസ്ലസ് ട്രയാങ്കിൾ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡ്സ് വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ നേരത്തെ പറഞ്ഞ n കണ്ടുപിടിക്കാം. ഏത് വേണേലും കണ്ടുപിടിക്കാം. ഓക്കെ, കാരണം രണ്ടും റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് റൈറ്റ് ആംഗിൾ മെത്തേഡ്. ഇപ്പം ഇത് ഇന്ത്യൻ റെയിൽവേസിൽ അഡോപ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാണ് ആ ആൽഫ എന്ന ആംഗിൾ എങ്കിൽ, ക്രോസിംഗ് ആംഗിൾ എങ്കിൽ ഇവിടെ കൊണ്ട് സ്പ്രെഡ് ആണ് കാണിച്ചിരിക്കുന്നത്. സ്പ്രെഡ് ഓഫ് ദി ലെഗ് ഓഫ് ക്രോസിംഗ് ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ഇത് പോയിന്റ് റെയിലും ഇത് സ്പ്ലൈസ് റെയിലും ആണെങ്കിൽ ഈ ഒരു സ്പ്രെഡ് 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ആൽഫയാണ് നമ്മുടെ ആ ക്രോസിംഗ് ആംഗിൾ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് റൈറ്റ് ആംഗിൾ ആയിട്ട് നമ്മൾ ആ ഒരു ക്രോസിംഗിൻ്റെ അവിടെ നമ്മൾ അതൊന്ന് അസ്യൂം ചെയ്യും കൂടെ ആണെങ്കിൽ എന്താണ് ആൽഫ എന്ന് പറയുന്നത്? ടാൻ ആൽഫ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് അല്ലേ, 1/n ആവും അല്ലേ. അപ്പം ടാൻ ആൽഫ ഈക്വൽ ടു 1/n. ഇനി n ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എങ്ങനെയായിരിക്കും? 1/tan എന്ന് പറയുന്നത് കോട്ട് ആൽഫ. കോട്ട് ആൽഫ ഈക്വൽ ടു n. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആൽഫ ഉണ്ടെങ്കിൽ n കണ്ടുപിടിക്കാം, n ഉണ്ടെങ്കിൽ ആൽഫയും കണ്ടുപിടിക്കാം അല്ലേ. ഇതാണ് ഇന്ത്യൻ റെയിൽവേസിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ഇനി അടുത്തത് സെൻട്രൽ ലൈൻ മെത്തേഡ്. ഇത് UK USA യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെഷർമെന്റ് ഇസ് ടേക്കൻ അലോങ് എ ലൈൻ ബൈസെക്ടിങ് ദി ക്രോസിംഗ് ആംഗിൾ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഇവിടെ ഇനി ഇതല്ല, ഇങ്ങനെയാണ് ഇരിക്കുന്നെങ്കിൽ ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ ഈ ഒരു ആൽഫ എന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇത്രയും സ്പ്രെഡ് 1 മീറ്റർ തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇനിയിപ്പം ഈ ആൽഫനെ 2 ഡിവൈഡ് ചെയ്താൽ ഇത് α/2 ഇത് α/2 നമുക്ക് എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ടാൻ α/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ ഹാഫ് ആവുമല്ലോ. ഹാഫ് ബൈ ഈ ഡിസ്റ്റൻസ്, അഡ്ജസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താവും? 1/2n എന്നാവും. ഓക്കെ, അപ്പം ടാൻ α/2 ഈക്വൽ ടു 1/2n. ഇനി 2n ഈക്വൽ ടു എത്ര ആകണം? കോട്ട് α/2 അല്ലേ. ഇനി എന്നിൻ്റെ ടേംസിൽ വേണമെങ്കിൽ 1/2 ഓഫ് കോട്ട് α/2. അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു. അപ്പം ആൽഫ ഉണ്ടെങ്കിൽ n കാണാം, n ഉണ്ടെങ്കിൽ ആൽഫയും കാണാം. സെക്കൻഡ് മെത്തേഡ് വെച്ചിട്ട്. ഓക്കെ, സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ചിട്ട് കാണാനാണ് ക്വസ്റ്റൻ എങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഐസോസ്ലസ് ട്രയാങ്കിൾ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നേരത്തെ കണ്ട ഫിഗർ തന്നെ, പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദ മെഷർമെന്റ് ഇസ് ടേക്കൻ അലോങ് വൺ ഓഫ് ദി സൈഡ്സ് ഓഫ് എൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. അപ്പം നമ്മൾ നേരത്തെ ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ഒരു സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ആണ് n എന്ന് പറഞ്ഞിരുന്നത്. അപ്പം നമ്മളതല്ല, ഈ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് n ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സൈൻ α/2, കാരണം ഈ ഒരു സൈഡ് അഡ്ജസ്റ്റന്റ് സൈഡാണല്ലോ നമുക്കുള്ളത്. അഡ്ജസ്റ്റന്റ് അല്ല, ഈ ഒരു ആൽഫയായിട്ട് നോക്കുമ്പോൾ അഡ്ജസ്റ്റന്റ് സൈഡ് നമുക്ക് ഉള്ളത്. അപ്പോൾ അതെങ്ങനെ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കയ്യിലുണ്ട്, ഈ ഒരു വാല്യൂ നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ α/2 എന്ന് പറയുന്നത് എന്താണ്? 1/2/n ആ ഹൈപ്പോട്ടന്യൂസ് വാല്യൂ. അപ്പോൾ 1/2n എഴുതാം. അപ്പോൾ 2n ടേംസിൽ എഴുതുമ്പോൾ കൊസീക്ക് ആവുമല്ലോ. 1/sin എന്ന് പറയുന്നത് കോസ് തീറ്റ അല്ലേ. അപ്പോൾ കൊസീക്ക് ആ ഒരു ആംഗിൾ ഈക്വൽ ടു 2/n എന്നാവും. n കണ്ടുപിടിക്കണം 1/2 ഓഫ് ഈ ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഈ ട്രാമ്പ് വേസിൻ്റെ ഒക്കെ ലേ ഔട്ടൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, അപ്പം 3 മെത്തേഡ്സും പഠിക്കുക. ഓക്കെ, ഈ ഇക്വേഷൻസും പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട ക്വസ്റ്റ്യൻ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്ത് നോക്കണേ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദി ക്രോസിംഗ് ആംഗിൾ. എന്താണ്? ആൽഫ ഓഫ് 1 in 8
ഹാഫ് ക്രോസിംഗ് ബൈ യൂസിങ് ഓൾ ദി 3 മെത്തേഡ്സ്. നേരത്തെ പറഞ്ഞ 3 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ആൽഫ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. കണ്ടുപിടിക്കുന്നത് എന്താണ്? ഒരു ക്രോസിങ്ങിന്റെ ഒരു ഡെസിഗ്നേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഇതെന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? 1 in 8.5 എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് 1 in n എന്നുള്ള വാല്യൂ. ഈ 1 in n എന്നുള്ള വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് n ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ കോട്ട് ആൽഫ ഈക്വൽ ടു n എന്നായിരുന്നു ഇക്വേഷൻ. എന്നിന്റെ വാല്യൂ ആണല്ലോ 8.5. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് എടുത്താൽ മതി. അടുത്ത കേസിലാവുമ്പം എന്നിന്റെ സ്ഥാനത്ത് എന്താ 8.5 × 2 ആവും. അങ്ങനെ ചെയ്യാം. ഓക്കെ, കാൽക്കുലേറ്ററിൽ ചെയ്യാം നിങ്ങൾക്ക്. അത് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, 3 മെത്തേഡിലും ചെയ്തു. ഓക്കെ, ദസ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഗീവ്സ് ദി സ്മോളസ്റ്റ് ക്രോസിംഗ് ആംഗിൾ. നമ്മൾ പറഞ്ഞത് ഏതാണ്? ഫസ്റ്റ് മെത്തേഡ് അല്ലേ? നമ്മൾ ഏതായിരുന്നു ഫസ്റ്റ് മെത്തേഡ്? റൈറ്റ് ആംഗിൾ മെത്തേഡ് അല്ലെങ്കിൽ കോൾസ് മെത്തേഡാണ് ഫസ്റ്റ് ഇന്ത്യൻ റെയിൽവേയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 3 മെത്തേഡിലും ഏറ്റവും ഫസ്റ്റ് മെത്തേഡ് അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെത്തേഡ്. അതിലാണ് ഏറ്റവും സ്മോളസ്റ്റ് ക്രോസിംഗ് ആംഗിൾ തരുന്നത്. ഓക്കെ, അപ്പം അത്രയായിരുന്നു ക്രോസിങ്സിനെ പറ്റി കൂടുതലും പറയാൻ ഉണ്ടായിരുന്നത്. ഇനി അടുത്തത് യാർഡ് എന്താണ്, സ്റ്റേഷൻ യാർഡ്സ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പം സ്റ്റേഷൻ യാർഡ്സ്. അപ്പോൾ യാർഡ് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ട്രാക്സ് ലെയ്ഡ് യൂഷ്വലി ഓൺ എ ലെവൽ വിത്തിൻ ഡിഫൈൻഡ് ലിമിറ്റ് ഫോർ റിസീവിംഗ്, സ്റ്റോറിംഗ്, സോർട്ടിംഗ്, മേക്കിംഗ് അപ്പ് ഓഫ് ന്യൂ ട്രെയിൻ, ഡിസ്പാച്ച് ഓഫ് വെഹിക്കിൾസ് ആൻഡ് ഫോർ അതർ പർപ്പസസ് over which movements are not authorized by a timetable may be made സബ്ജക്ട് ടു ദി പ്രിസ്ക്രൈബ്ഡ് റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് സിഗ്നൽസ്. ഓക്കെ, അപ്പം യാർഡ് എന്ന് പറയുന്നത് ഞാൻ ഫിഗർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. ചുമ്മാ ഇങ്ങനെ കുറേ ട്രാക്ക് കിടക്കുവാണ്. ആ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടായിരിക്കും ലെവൽ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും മിക്കവാറും. അവിടെ ആയിരിക്കും എന്താ നമ്മൾ ഈ വരുന്ന ട്രെയിൻസിനൊക്കെ റിസീവ് ചെയ്യുന്നതും എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിൽ ഗുഡ്സ് ആയിട്ട് വരുന്നതാണെങ്കിൽ കുറച്ച് 1-2 ദിവസം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയും, അല്ലെങ്കിൽ സോർട്ടിങ് ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ന്യൂ ട്രെയിൻസ് മേക്ക് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ വെഹിക്കിൾസിനെ ഡിസ്പാച്ച് ചെയ്യണമെങ്കിൽ, അങ്ങനെ പല ആവശ്യത്തിന് വേണ്ടി നമ്മൾ ട്രെയിൻസ് വന്ന് കിടക്കുന്ന ആ ഒരു ട്രാക്കിനെയാണ് നമ്മൾ യാർഡ് എന്ന് പറയുന്നത്. അവിടെ ചിലപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ടൈം ടേബിൾ പോലെയൊന്നും ഇല്ല, ഇന്ന സമയത്ത് ഇന്നത് വരണം അങ്ങനെയൊന്നും ഇല്ല. ചില കേസിൽ ചില ടൈപ്പ് ഓഫ് യാർഡ് വരുമ്പം യാർഡ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. അവിടെ എന്താണ് റൂൾസ് കാണും, റെഗുലേഷൻസ് കാണും, സിഗ്നൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ചിലയിടത്ത് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് കാണത്തില്ല. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് യാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പാസഞ്ചർ യാർഡ്, ഗുഡ്സ് യാർഡ്, മാർഷലിംഗ് യാർഡ്, ലോക്കോമോട്ടീവ് യാർഡ്. ഓക്കെ, നമുക്ക് ഓരോന്നും നോക്കാം. അതിൽ പാസഞ്ചർ യാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിൻ വരുന്ന സ്റ്റേഷൻ, ആ സംഭവം തന്നെ. അപ്പം സ്റ്റേഷൻ യാർഡ്സ് ആർ ഫോർ സേഫ്റ്റി മൂവ്മെന്റ് ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് വെഹിക്കിൾസ് ഫോർ യൂസ് ഓഫ് പാസഞ്ചേഴ്സിന് സേഫ്റ്റി മൂവ്മെന്റിന് വേണ്ടി, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന് വേണ്ട വെഹിക്കിൾ വരുന്ന ആ ഒരു യാർഡിനെയാണ് നമ്മൾ പാസഞ്ചർ യാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവിടെ എന്താ ഒരു പ്ലാറ്റ്ഫോം കാണും അല്ലേ? നിങ്ങൾ ഫിഗർ നോക്കിയാൽ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അതെന്ന് വെച്ചാൽ എന്താണ്? ഒരു റേസ്ഡ് ആയിട്ടുള്ള ലെവൽ സർഫസ് ആണ്. അങ്ങോട്ടായിരിക്കും പാസഞ്ചർ ബോർഡ് ചെയ്യുന്നത്, ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതും കയറി പോകുന്നതും, ഗുഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു റേസ്ഡ് ആയിട്ടുള്ള ലെവൽ സർഫസിൽ കയറി നിന്നിട്ടായിരിക്കും. ഓക്കെ, ഈ പ്ലാറ്റ്ഫോം തന്നെ 2 ടൈപ്പ് പറയാം. പാസഞ്ചർ പ്ലാറ്റ്ഫോമും ഉണ്ട്, ഗുഡ്സ് പ്ലാറ്റ്ഫോമും ഉണ്ട്. ഓക്കെ, അതിൽ പാസഞ്ചർ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ പാസഞ്ചേഴ്സിൻ്റെ യൂസിന് വേണ്ടി തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ പാസഞ്ചർ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു ലെന്ത് ഉണ്ടല്ലോ പ്ലാറ്റ്ഫോമിന്, അതിലെ മിനിമം ഒരു 60 മീറ്റർ എങ്കിലും കവേർഡ് ആയിരിക്കണം, റൂഫ് ഉള്ളതായിരിക്കണം. നമ്മൾ സാധാരണ റെയിൽവേ സ്റ്റേഷൻ കാണുന്നതിൽ നമുക്ക് താഴെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റൂഫ്, അതിനാണ് കവേർഡ് ആയിട്ടുള്ളതായിരിക്കണം, ഒരു 60 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും. പിന്നെ ഇതിന് മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത്, അങ്ങനത്തെ പ്ലാറ്റ്ഫോമിൻ്റെ മിനിമം വിഡ്ത്ത് 3.6 മീറ്റർ ആയിരിക്കണം. അത്രയും മീറ്റർ ഡിസ്റ്റൻസും മിനിമം വിഡ്ത്ത് അത്രയും ഡിസ്റ്റൻസും പേവ്ഡ് ആയിരിക്കണം. പേവ്മെൻറ്റ് മീൻസ് നമുക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ പറയുന്നത് നമുക്കറിയാലോ, ഈ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ 2 എൻഡിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അസ്യൂം ചെയ്യാന്നേ ഉള്ളൂ, മനസ്സിൽ വിചാരിക്കാന്നേ ഉള്ളൂ. പ്ലാറ്റ്ഫോമിൻ്റെ 2 എൻഡിൽ വരുമ്പോൾ ഇങ്ങനെ റാംഡ് ആയിരിക്കും, അല്ലെ ഇങ്ങനെ സ്ലോപ്പായിട്ട് കൊടുക്കും, നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. 1/6 സ്ലോപ്പ് വേണം കൊടുക്കാൻ. പിന്നെ ആവശ്യത്തിന് ലൈറ്റിംഗ് ഒക്കെ പ്ലാറ്റ്ഫോമിൽ കാണണം, കുടിക്കാനുള്ള വാട്ടർ ഫെസിലിറ്റീസ് കാണണം. പിന്നെ എന്താണ്, സ്റ്റേഷൻ്റെ പേരൊക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും മലയാളം എന്ന് വെച്ചാൽ അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിലും എഴുതി വെച്ചിരിക്കണം. ഓക്കെ, ഇനി പാസഞ്ചർ പ്ലാറ്റ്ഫോമിൻ്റെ ഡയമെൻഷൻസിനെ പറ്റി പറഞ്ഞാൽ മൊത്തത്തിൽ അതിൻ്റെ ലെന്ത് നമ്മൾ കൊടുക്കുന്നത് അവിടെ വരാൻ ചാൻസുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിനിൻ്റെ ആ ലെന്തിന് പറ്റുന്ന രീതിയിലായിരിക്കണം. എൻജിനുള്ള ആ ഒരു സ്പേസ് ഇല്ലേ പോലും ബാക്കി ലെന്ത് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ ലെന്ത് കൊടുക്കാൻ.
ഓക്കെ, മിനിമം ലെന്ത് എന്ന് പറയുന്നത് 180 മീറ്റർ ആണ്. പിന്നെ ഒരു ബ്രോഡ് ഗേജ് ഒക്കെ ആകുമ്പോൾ ഡിസൈറബിൾ ലെന്ത് എന്ന് പറഞ്ഞാൽ 305 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ വിത്തിനെ പറ്റി പറഞ്ഞാൽ വിത്ത് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, മിനിമം ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 3.66 മീറ്റർ ആണ്. ഇനി എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു റെയിൽ ലെവൽ എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം തന്നെ 3 ടൈപ്പ് പറയാം. ഈ ഒരു പാസഞ്ചർ പ്ലാറ്റ്ഫോം തന്നെ ഒന്ന് റെയിലിൻ്റെ ലെവലിൽ തന്നെ കൊടുക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മൾ സാധാരണ കാണാറില്ല അങ്ങനത്തത്. പിന്നെ ലോ ലെവൽ എന്ന് വെച്ചാൽ റെയിലിനേക്കാൾ താത്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഏതാണ് ഹൈ ലെവൽ പ്ലാറ്റ്ഫോംസ്. ഹൈ ലെവൽ നമ്മൾ അധികം അത്ര യൂസ് ചെയ്യുന്നില്ല, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പൊങ്ങിയിട്ട് നമ്മൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ മേലോട്ട് കയറുന്ന രീതിയിലാണ് പ്ലാറ്റ്ഫോം എങ്കിൽ പാടല്ലേ, അങ്ങനത്തെ കൊടുക്കാറില്ല, അത് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്നത് റെയിലിൽ നമുക്ക് താഴോട്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പം ബ്രോഡ് ഗേജ് ഒക്കെ ആകുമ്പം ആ ഒരു എലിവേഷൻ എന്ന് പറയുന്നത് 762 mm to 838 mm വരെ വരും. മീറ്റർ ഗേജ് ആണെങ്കിൽ ഇത്രയും mm, നാരോ ഗേജ് ആണെങ്കിൽ അതിൻ്റെ ആ ഒരു എലിവേഷൻ ലെന്ത്. ഓക്കെ, ഇനിയും ഇതായിരുന്നു പാസഞ്ചർ പ്ലാറ്റ്ഫോമിനെ പറ്റി പറയാം. ഇനി ഗുഡ്സ് പ്ലാറ്റ്ഫോം തന്നെയുണ്ട്. ഈ ഒരു പാസഞ്ചർ യാർഡിൽ തന്നെ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിൽ തന്നെ വരുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഗുഡ്സ് പ്ലാറ്റ്ഫോം എന്തായിരിക്കും? അപ്പം ഗുഡ്സിൻ്റെ ലോഡിങ് അൺലോഡിങ്ങിന് വേണ്ടിയായിരിക്കും. അപ്പം ഗുഡ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹയ്യർ ആയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ ഒരു എലിവേഷൻ എന്ന് പറയുന്നത്. കാര്യം ഈ അങ്ങോട്ട് വരുന്ന ഈ വാഗൻസ് എന്ന് വെച്ചാൽ ഗുഡ്സ് കൊണ്ടുവരുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഇച്ചിരി ഹൈറ്റ് കൂടിയതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ഗുഡ്സ് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യമുണ്ട്. പ്രോപ്പർ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് കാണണം. പിന്നെ അവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഗുഡ്സ് വെക്കാനുള്ള ഷെഡ് ഏരിയ വേണം. ഓക്കെ, അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ അതിനുള്ള വെയിങ് അറേഞ്ച്മെൻറ്റ്സ് വേണം. മിനിമം വിഡ്ത്ത് 3.1 മീറ്റർ ആണ് കൊടുക്കാറ്. ഓക്കെ, ഇനി അടുത്ത യാർഡ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഗുഡ്സ് യാർഡ്. അത് നേരത്തെ പറഞ്ഞ തന്നെ ഗുഡ്സ് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. അവിടെയാണ് ഈ ഗുഡ്സ് ആയിട്ട് വരുന്ന വെഹിക്കിൾസിനൊക്കെ നമ്മൾ റിസീവ് ചെയ്യുന്നതും അതിനെ ലോഡിങ് അൺലോഡിങ് ചെയ്യുന്നത്. ഗുഡ്സ് ആയിട്ട് പോകുക, ഇനി അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുന്നതാണെങ്കിൽ അതിനെ ഗുഡ്സ് ഡെലിവറി ചെയ്യാനൊക്കെ നമുക്ക് ആ യാർഡ് ഏരിയ യൂസ് ചെയ്യാം. ഓക്കെ, ഓൾ സ്റ്റേഷൻ എക്സെപ്റ്റ് ഫ്ലാഗ് സ്റ്റേഷൻസ് ആർ പ്രൊവൈഡഡ് വിത്ത് ഗുഡ്സ് യാർഡ്. ഓക്കെ, മിക്ക സ്റ്റേഷൻസിലും നമ്മൾ ഈ ഒരു സ്റ്റേഷൻ ഗുഡ്സ് യാർഡും കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി അത് ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ പ്ലാറ്റ്ഫോം ചിലതിന് കാണുമായിരിക്കും. പിന്നെ ഈ ഗുഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള ഗുഡ്സ് ഷെഡും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് മാർഷലിംഗ് യാർഡ്. മാർഷലിംഗ് യാർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വൺ വെയർ ട്രെയിൻസ് ആൻഡ് അതർ ലോഡ്സ് ആർ റിസീവ്ഡ്, sorted out and new trains formed and dispatched towards their destination. ഓക്കെ, അപ്പോൾ ആ ഒരു യാർഡ് എന്ന് വെച്ചാൽ ട്രെയിൻസിനെ അല്ലെങ്കിൽ വേറെ എന്ത് ലോഡ് കൊണ്ടുവരുന്നതാണെങ്കിൽ അതിനെയൊക്കെ റിസീവ് ചെയ്യുകയും സോർട്ടിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇന്ന സ്ഥലത്തോട്ട് പോകാനുള്ളത് അടുത്ത ഏരിയയിലോട്ട് പോകണം, അങ്ങനെ സോർട്ടിങ് ചെയ്യുകയും പുതിയ ട്രെയിനൊക്കെ നമ്മൾ മേക്ക് ചെയ്യുന്ന ട്രെയിൻ യാർഡിനെയാണ് മാർഷലിംഗ് യാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് ഈ ഒരു മാർഷലിംഗ് യാർഡ് ആക്ട് ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ആയിട്ടാണ്. ഓക്കെ, അപ്പം ഈ ലോഡഡ് ആയിട്ടുള്ള വാഗൻസ് അല്ലെങ്കിൽ MD ആയിട്ടുള്ള വാഗൻസിനൊക്കെ റിസീവ് ചെയ്യുകയും അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി സോർട്ട് ചെയ്ത് ഇപ്പം വേറെ സ്ഥലത്തോട്ട് അതിന് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അതിനെ അങ്ങോട്ട് ഡിസ്പാച്ച് ചെയ്യുകയൊക്കെയാണ് നമ്മൾ ഈ ഒരു മാർഷലിംഗ് യാർഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി MD ആയിട്ടുള്ള വാഗൻസ് ഉണ്ടെങ്കിൽ അത് ആ ഒരു മാർഷലിംഗ് യാർഡിൽ തന്നെ കെപ്റ്റ് ചെയ്യും. അതിലോട്ട് പിന്നെ എവിടെയെങ്കിലും ഗുഡ്സ് വന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ആ ഒരു ഏരിയയിൽ എങ്ങോട്ടാണോ വിടേണ്ടത് അങ്ങോട്ടത് ഡിസ്പാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മാർഷലിംഗ് യാർഡ്. ഇങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് റിസപ്ഷൻ എന്ന് വെച്ചാൽ വരുന്നതിനൊക്കെ റിസീവ് ചെയ്യുക, സോർട്ടിങ് നടത്തുക, ഡിപ്പാർച്ചർ എന്ന് പറയുമ്പോൾ അതിനെ ഡിപ്പാർച്ചർ വേറെ സ്ഥലത്തോട്ട് അതിനെ വിടുക. അങ്ങനെ 3 ഫങ്ഷൻസാണ് ഇതിനുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഈ 3 ഫങ്ഷൻസും ചെയ്യാൻ 3 സൈഡിങ്സും വേണം. സൈഡിങ് എന്ന് പറയുന്നത് ഒരു ലോ സ്പീഡ് ട്രാക്ക്, ചെറിയ ട്രാക്കിന് ചെറിയ സ്പീഡിൽ പോകേണ്ട ഒരു ട്രാക്കാണല്ലോ, അതിനാണ് സൈഡിങ്സ് എന്ന് പറയുന്നത്. അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്: റിസപ്ഷൻ സൈഡിങ്, സോർട്ടിങ് സൈഡിങ്, ഡിപ്പാർച്ചർ സൈഡിങ്. അത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. മെയിൻ ഈ ഒരു ഏരിയനെയായിരിക്കും യാർഡ് എന്ന് പറയുന്നത്. അതിൽ ഈ വരുന്നതിനൊക്കെ റിസീവ് ചെയ്യാനുള്ള ഒരു സൈഡിങ്സ് ചെറിയ സ്ഥലം കാണും, ചെറിയ ട്രാക്ക്. പിന്നെ എന്താണ്, സോർട്ടിങ് ചെയ്യാനുള്ള ചെറിയ ട്രാക്ക് കാണും. പിന്നെ എന്താണ്, ഡിപ്പാർച്ചർ ചെയ്യാനുള്ള ട്രാക്ക് കാണും. ഇവിടെ എല്ലാം വന്ന് കിടന്നതിനായിരിക്കും നമ്മൾ പിന്നെ ഈ ഒരു ട്രാക്കിൽ കൂടെ വിട്ട് മെയിൻ ലൈനിൽ കൂടെ കണക്ട് ചെയ്ത് അങ്ങ് വിടുന്നത്.
ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് ഓഫ് സൈഡിങ്സ് ഉണ്ട്. സെയിം ഫംഗ്ഷൻ തന്നെയാണ്, റിസീവ് ചെയ്തതിനെ കുറച്ച് നേരം കെപ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള സൈഡിങ്. അടുത്തത് സോർട്ടിങ് ചെയ്യാൻ വിടും, ഡിപ്പാച്ചറിന് വിടും. ഓക്കെ, സൈഡിങ് എന്ന് പറയുന്നത് വെൻ എ ബ്രാഞ്ച് ലൈൻ ഫ്രം ദി മെയിൻ ലൈൻ ടെർമിനേറ്റ്സ് അറ്റ് ഡെഡ് എൻഡ് വിത്ത് എ സാൻഡ് ഹമ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മെയിൻ ലൈനിൽ നിന്ന് ബ്രാഞ്ച് ലൈനായിട്ട് വന്ന് കടന്ന് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഡെഡ് സെൻറ്ററിനെയാണ് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവും. പിന്നെ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം അടുത്ത സ്ഥലത്തോട്ട് പോകാൻ. ഓക്കെ, ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ടെമ്പററി സ്റ്റോറേജ് ഓഫ് വാഗൺസ്. അതാണ് ഈ ഒരു സൈഡിങ്സിൻ്റെ ഒക്കെ മെയിൻ ഉദ്ദേശം. വാഗൺസിനെ കുറച്ച് നേരം സ്റ്റോർ ചെയ്യുക, അത്ര തന്നെ. ഇനിയും ഈ മാർഷലിംഗ് യാർഡ് തന്നെ 3ആയിട്ട് നമുക്ക് പറയാം. അതിലൊന്നാണ് ഫ്ലാറ്റ് യാർഡ്. ഓക്കെ, ഫ്ലാറ്റ് യാർഡ് എന്ന് പറയുമ്പോൾ അത് ഫ്ലാറ്റ് ഗ്രൗണ്ടിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു ജെൻറൽ സ്ലോപ്പേ കാണത്തുള്ളായിരിക്കും. ഓക്കെ, ഇവിടെ സോർട്ടിംഗ് വർക്ക് ആയിരിക്കും കൂടുതൽ നടക്കുന്നത്. എൻ്റെ യാർഡ് സ്പേസും ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വാഗൺസ് മൂവ് ചെയ്യുന്നത് എൻജിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കും. കാര്യം അത്രയും കൂടെ കൺസപ്ഷൻ ഓഫ് പവർ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കും. അതാണ് ഫ്ലാറ്റ് യാർഡ്. ഫ്ലാറ്റ് ഗ്രൗണ്ടിൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രാവിറ്റേഷണൽ യാർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ ചെറിയൊരു ഗ്രേഡിയൻറ്റ് കാണും അല്ലേ? അത് ചെറിയൊരു ഗ്രേഡിയൻറ്റിലായിരിക്കും ആ ട്രാക്ക് നമ്മൾ ലേ ചെയ്യുന്നത്. ഹോൾ യാർഡും ഒരു കണ്ടിന്യൂസ് ഫോളിങ് ഗ്രേഡിയൻ്റ് ആയിരിക്കും അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ വാഗൺസ് ഒരു ഗ്രാവിറ്റിയിലനുസരിച്ചായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇനി ആ മൂവ് ചെയ്യുന്ന വാഗൺസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വാഗൺ ബ്രേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ മൂവ്മെൻറ്റ് ഗ്രാവിറ്റി അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അധികം എൻജിൻ പവർ ഫ്ലാറ്റ് ഗ്രൗണ്ടിൽ അത്രയും വരുന്നില്ല. ഓക്കെ, അടുത്തത് 3ാമത്തെ മാർഷലിംഗ് യാർഡ് എന്ന് വെച്ചാൽ ഹമ്പ് യാർഡ്. ഓക്കെ, ഹമ്പ് യാർഡ്. അപ്പോൾ എന്താ? ഒരു ഹമ്പ് കാണും എന്ന് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു ഹമ്പ് യാർഡിൻ്റെ ഒരു ഫിഗറാണ്. ആ ട്രെയിനെല്ലാം വന്ന് കൂടുന്ന ഒരു പോർഷൻ ഉണ്ട്, അവിടെ ചെറിയൊരു ഹമ്പുണ്ട്. പിന്നെ താഴോട്ട് ഇറക്കം പോലെ ആയിരിക്കും. ഓക്കെ, അപ്പം ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ക്ലാസിഫിക്കേഷൻ യാർഡാണ്. അപ്പോൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഹില്ല് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് വാഗൻസ് ആ ഹമ്പിലോട്ട് നമ്മൾ പുഷ് ചെയ്തായിരിക്കും കൊണ്ടുവരുന്നത്. എൻജിൻ പുഷ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. ആ ഒരു ഹമ്പ് പോലെ എത്തിയതിൽ നിന്ന് അത് ഗ്രാവിറ്റിയിൽ പിന്നെ താഴോട്ട് അങ്ങ് മൂവ് ചെയ്തോളും ഡെസ്റ്റിനേഷൻ ട്രാക്കിലോട്ട്. ഓക്കെ, അപ്പം ഗ്രാവിറ്റിയിൽ വരുന്ന ആ ഒരു പോർഷനിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഷണ്ടിങ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഈ സോർട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പം ഫ്ലാറ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റി യാർഡ്, നേരത്തെ പറഞ്ഞ 2 യാർഡ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്വിക്ക്ലി ഇവിടെ കാര്യങ്ങൾ നടക്കും. ഓക്കെ, അധികം എക്കണോമിക്കലാണ്, അധികം പവർ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, അപ്പം റേറ്റ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് വാഗൺസ്, ഇത് മൂവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ വെതർ കണ്ടീഷനെയും എന്തുമാത്രം വെയിറ്റ് ഉണ്ടെന്ന് വാഗൺസിൻ്റെ, ഇത് രണ്ടിനെ ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയത് ഇതുപോലത്തെ ആയിരിക്കും സംഭവം എന്ന് പറയുന്നത്. ഹമ്പ് യാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പുഷിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്. പുഷിങ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പുഷ് ചെയ്യും, ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഗ്രാവിറ്റിയിൽ അങ്ങ് ഫ്ലോ ചെയ്തോളും, മൂവ് ചെയ്തോളും. പിന്നെ പല സൈഡിൽ വരുമ്പോൾ പല സ്ലോപ്പായിരിക്കും കൊടുക്കേണ്ടത്. ഇനിയും ഈ മൂവ് ചെയ്യുന്ന വാഗൺസ് ഇല്ലേ, അതിനെ നമുക്ക് എക്സാക്റ്റ് സ്പേസിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് മാനുവൽ മെത്തേഡ്. മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ വാഗണിൽ ബ്രേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്രേക്ക് നമ്മൾ മാനുവലി അപ്ലൈ ചെയ്യുമ്പം എക്സാക്റ്റ് പ്ലേസിൽ അത് സ്റ്റോപ്പ് ആവും. അടുത്തത് ഓട്ടോമാറ്റിക് മെത്തേഡ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ബ്ലോക്ക്, എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്കോ ബാറോ ഉണ്ടായിരിക്കും, അതിനാണ് റിട്ടാർഡർ എന്ന് പറയാം. അത് റെയിലിൻ്റെ ഐദർ സൈഡിൽ നമുക്ക് കൊടുക്കാം. അത് ഇലക്ട്രിക്കലി ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴേക്കും എന്താ, മൂവിങ് വീൽസിലോട്ട് ഇത് പ്രസ് ആവുമ്പം ആ ഒരു വാഗൺ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇതല്ലെങ്കിൽ നമുക്ക് സ്കിഡ് എന്ന സംഭവം പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂവിങ് വാഗൺ എന്താണ്, ഈ ഒരു സ്കിഡിൽ വന്ന് ഡ്രാഗ് ചെയ്യുമ്പോഴേക്കും ഒരു ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ്റെ ഒരു എഫക്റ്റ് കാരണം എന്താ, അതിനെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ 3 മെത്തേഡിൽ നമുക്ക് ഈ വാഗൺസ് വേണം സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അതായിരുന്നു മാർഷലിംഗ് യാർഡിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, ലോക്കോമോട്ടീവ് യാർഡ്സ്. ലോക്കോമോട്ടീവ് യാർഡ് എന്ന് വെച്ചാൽ അത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഏരിയ, ഈ ലോക്കോമോട്ടീവ്സ് പറയുമ്പോൾ ആ എൻജിൻ പോർഷൻ, അതിൻ്റെ ക്ലീനിങ്, റിപ്പയറിങ്, സർവീസിങ്, വാട്ടറിങ്, ഓയിലിങ്, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ലോക്കോമോട്ടീവ് യാർഡ് യൂസ് ചെയ്യുന്നത്. മെയിൻ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ദർ ഷുഡ് ബി എ ക്ലിയർ റൺ ഫ്രം ട്രാഫിക് യാർഡ് ടു ടേൺ ടേബിൾ. എന്താന്ന് വെച്ചാൽ ഈ ട്രാഫിക് യാർഡ്, ഈ ട്രാഫിക് ട്രെയിൻ വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടുന്ന് ടേൺ ടേബിൾ എന്നൊരു സംഭവമുണ്ട്. അത് ഫിഗർ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. അപ്പം അങ്ങോട്ട് ക്ലിയർ ആയിട്ടുള്ള റൺ, ഈസിലി മൂവ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ട്രാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ ടേൺ ടേബിൾ ഷുഡ് നോട്ട് ഫോം ഒബ്സ്ട്രക്ഷൻ ടു എനി ലോക്കോമോട്ടീവ്സ് എൻട്രിങ് യാർഡ്.
ഈ ടേൺ ടേബിൾ ഇരിക്കുന്നതുകൊണ്ട് വേറെ ഒരു ലോക്കോമോട്ടീവിനും അധികം ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഒരു സെക്കൻഡ് എൻട്രൻസ് കൊടുക്കണം. ഓക്കെ, പിന്നെ ദ ലൂപ്പ് ലൈൻ ഫോർ ഫ്യൂവൽ പ്ലാറ്റ്ഫോം ഷുഡ് ബി ലോങ് ഇനഫ് ടു അക്കോമഡേറ്റ് ദി ലോങ്ങസ്റ്റ് ട്രെയിൻ. അപ്പോൾ ഈ ഫ്യൂവൽ നിറയ്ക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് നല്ല ലോങ് ആയിരിക്കണം. ദ എൻജിൻ ഷെഡ് ഷുഡ് അക്കോമഡേറ്റ് ദി മാക്സിമം നമ്പർ ഓഫ് എൻജിൻസ്. അപ്പോൾ എൻജിനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ സർവീസിങ് ചെയ്യാൻ വേണ്ടി ഒരു ഷെഡ് ഉണ്ടാവും. അവിടെയും മാക്സിമം നമ്പർ ഓഫ് എൻജിൻസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം. പിന്നെ ഓവർ ഹെഡ് ടാങ്കും ലോക്കോ വെല്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലോക്കോ ഷെഡ്സിന് അടുത്തായിട്ട്. പിന്നെ സഫീഷ്യൻറ്റ് സ്പേസ് വേണം ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ നടത്തണമെങ്കിൽ. ഇതൊക്കെയാണ് ലോക്കോമോട്ടീവ്സിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ്സ്. അപ്പം നിങ്ങൾ നോക്കി, ഇതാണ് ലോക്കോമോട്ടീവ് യാർഡിൻ്റെ ഒരു ഫിഗർ. ഇതൊക്കെ പഠിച്ചോണം, വരയ്ക്കാൻ പഠിക്കണേ. അപ്പോൾ റണ്ണിങ് റെയിൽ ഇങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും പല ലോക്കോമോട്ടീവ് യാർഡ്സിൻ്റെ യൂസ് പറഞ്ഞല്ലോ. എന്തെങ്കിലും ഓയിലിങ്, സർവീസിങ്, വാട്ടർ അങ്ങനത്തെ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ കയറും. ഓക്കെ, ആഷ് അങ്ങനത്തെ സാധനമൊക്കെ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഫ്യൂവൽ നിറയ്ക്കാനാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന് അടുത്ത് വന്നത് ഇവിടെ ഫ്യൂവൽ പ്ലാറ്റ്ഫോമാണ്. വേറൊരു എൻട്രൻസ് കൊടുക്കണമെന്നില്ല, അതാണ് ഈ സെക്കൻഡറി എൻട്രൻസ്, സബ്സിഡറി എൻട്രൻസ് പറയുന്നത്. പിന്നെ ലോക്കോ ഷെഡ് എന്ന് പറയുമ്പോൾ ഈ ലോക്കോമോട്ടീവിന് എന്തെങ്കിലും സർവീസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി കയറ്റുന്ന ഷെഡാണ്. പിന്നെ ഇവിടെ നിങ്ങോട്ട് പറയുമ്പോൾ ഇത് കണ്ടോ, ടേൺ ടേബിൾ, ഒരു സർക്കിൾ കാണാം. ആ എൻജിൻ കയറ്റി ആ എൻജിൻ എന്തെങ്കിലുമൊക്കെ സർവീസിങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആ ഒരു എൻജിനെ ഇങ്ങനെ കറക്കി കൊണ്ടുവരാൻ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറുന്ന ഒരു എൻജിൻ ഉണ്ടല്ലോ, എൻജിൻ ഇങ്ങോട്ട് കയറുമെന്ന് വിചാരിക്കുക. എൻജിൻ കയറുന്ന ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമുക്ക് എത്തിക്കണമെങ്കിൽ ആ ഒരു ടേബിളിൽ കയറി നിന്ന് അത് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിങ്ങനെ കറങ്ങി ആ എൻജിനെ വന്ന ഡയറക്ഷനിലോട്ട് ആക്കും. ഓക്കെ, പിന്നെ ഇവിടുത്തെ വർക്കെല്ലാം ചെയ്ത് തരുമ്പോൾ ഇതിന് ഈ ഒരു സൈഡ് വരെ അങ്ങ് പോകാം. ഓക്കെ, ഇതാണ് ലോക്കോമോട്ടീവ് യാർഡ്. ടേൺ ടേബിളിൻ്റെ ഫിഗർ കാണിക്കാം. അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നതാണ് ടേൺ ടേബിൾസ് എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു ഇതിലോട്ട് കയറ്റിയാൽ ഇത് തിരിഞ്ഞു വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു ടേബിൾ ടേൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അതെന്താണ്, ടേൺ ചെയ്ത് ആ എഞ്ചിനെ വന്ന പൊസിഷനാക്കിയിട്ട് അതിനെ ആ വഴി അങ്ങ് വിടാം. അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടേൺ ടേബിൾസ്. അടുത്തത് എൻജിൻ ഷെഡ്. നേരത്തെ പറഞ്ഞില്ലേ, എൻജിൻ ഷെഡിൽ ആവശ്യത്തിൽ കൂടുതൽ മാക്സിമം നമ്പർ ഓഫ് എൻജിൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ എൻജിൻസിനൊക്കെ സർവീസിങ് ചെയ്യുന്ന സ്ഥലത്താണ് എൻജിൻ ഷെഡ് എന്ന് പറയുന്നത്. അപ്പം അത് ആണ് ഫിഗറാണ് ഈ കൊടുത്തത്. ഓക്കെ, അപ്പം യാർഡ്സ് എല്ലാം പഠിക്കുക, ടൈപ്സ് ഒക്കെ പഠിക്കുക, എഴുതാൻ പഠിക്കുക. ചിലപ്പോൾ ഒരു 7-8-10 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എന്നിട്ട് ലെക്ചർ നോട്ട് എഴുതുക. എല്ലാം വാരി വലിച്ച് എഴുതണ്ട, മെയിൻ പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് കയ്യിൽ PDF-ഉം PPT ഒക്കെ വേണം. പ്രിന്റ് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ, രാത്രി 11 മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.